എക്സിബിഷൻ ഓഫീസറിന്റെ മെക്കാനിക്കൽ പോർഷനകത്തുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മളിത് എല്ലാ ബാച്ചുകാരും ആക്ച്വലി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പല ഈവൻ സ്കൂൾ ലെവലിൽ പോലും നമ്മളുടെ ഇതിന്റെ ഒരു ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് തെർമോഡൈനാമിക്സ്? ഇതൊക്കെ വളരെ ഒരു ജനറൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡീൽ ചെയ്യുന്നത് ഹീറ്റ് ആൻഡ് വർക്കിന്റെ ഇന്ററാക്ഷൻ. നമ്മളുടെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസിനകത്ത് ഹീറ്റും വർക്കും എന്ന് പറയുന്ന രണ്ട് ആളുകളുടെ ഇന്ററാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ സിലബസിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഹീറ്റ് എന്നും എന്താണ് വർക്ക് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഡെഫിനേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന രണ്ട് ഫോം ഓഫ് എനർജി, അവരുടെ ഇന്ററാക്ഷൻ വിത്ത് വർക്കിംഗ് സബ്സ്റ്റൻസ്, അതാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഡീൽ ചെയ്യുന്നത്. ബേസിക്കലി തെർമോഡൈനാമിക്സ് സബ്ജക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണുള്ളത്. ഒന്ന് മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്നും രണ്ടാമത്തത് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്നുമാണ് നമ്മൾ പറയുന്നത്. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നു. അതായത് നമ്മളൊരു ആസ് എ ഹോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു റൂമിന്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്ന് നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് കുറെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കുറെ ആളുകൾ അല്ലെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു റൂം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റൂമിനെ ആസ് എ ഹോൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആസ് എ ഒരു എൻറ്റയർ പാക്കേജ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ആസ് എ ഹോൾ ആക്കി പഠിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാക്രോസ്കോപ്പിക് അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ റൂമിലുള്ള ആ ഒരു എല്ലാ സാധനത്തിനെയും ആസ് എ ഹോൾ ആക്കാതെ ഓരോരോ, ഫോർ എക്സാമ്പിൾ ഒരു റൂമിന്റെ അകത്ത് റൂം ഫുൾ ഓഫ് എയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എയറിന്റെ അകത്തുള്ള ഓരോ മോളിക്യൂളിനെയും നമ്മൾ ഓരോരുത്തരെയും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഇൻഡിവിജ്വലിനെ നമ്മൾ എടുത്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അപ്രോച്ച് എന്ന് വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ തെർമോഡൈനാമിക്സിൽ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഉണ്ട്. ആ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്, രണ്ട് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളൊരു റൂം എടുത്തു, റൂമിന്റെ അകത്ത് നമുക്കറിയാം ഒരുപാട് തിങ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ ആസ് എ ഹോൾ ഒറ്റ ഒരു സാധനമാക്കി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കാൻ തുനിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാക്രോസ്കോപ്പിക് അപ്രോച്ച് എന്നും, മറിച്ച് ആ ഒരു റൂമിലുള്ള ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെയും നമ്മളെടുത്ത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്നുമാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള അപ്രോച്ചാണ് നമ്മളുടെ തെർമോഡൈനാമിക്സിനകത്തുള്ളത്. ഇനി ഈ രണ്ട് അപ്രോച്ച് അല്ലെങ്കിൽ ഈ രണ്ട് ഡിഫറെന്റ് മെത്തേഡില് നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരാളെ പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഏത് അപ്രോച്ചാണ് ഏറ്റവും ആക്യുറേറ്റ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൻസർ ഒന്നും നമുക്ക് ഈ രണ്ടിലും ഇല്ല. കാരണം രണ്ട് അപ്രോച്ച് തരുന്നതിന്റെ റിസൾട്ട് സംവാട്ട് സെയിം തന്നെയായിരിക്കും. ഏതാണ്ട് ഒരേപോലത്തെ ആക്യുറസി ഉള്ളത് തന്നെയാണ് ഈ രണ്ട് അപ്രോച്ചുകളും. പിന്നെ എന്തിന് രണ്ട് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഓഫ് ആപ്ലിക്കേഷൻ. ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് മാക്രോസ്കോപ്പിക് അപ്രോച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ചില സ്ഥലങ്ങളിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ താഴെ നമ്മളുടെ ഈ ഒരു സ്ഥിരം ഗ്രൗണ്ട് ലെവലിൽ നിന്നൊക്കെ നമ്മൾ എയർ നോക്കിക്കഴിഞ്ഞാൽ എയറിന്റെ ഡെൻസിറ്റി ഏതാണ്ട് എല്ലായിടത്തും ഒരേപോലെയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഹയർ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ എയറിന്റെ ഡെൻസിറ്റി കുറവാകും. എയറിന്റെ ഡെൻസിറ്റി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയറിന്റെ പാർട്ടിക്കിൾസ്, ഈ എയറിന്റെ മോളിക്യൂൾസിന്റെ പ്രസൻസ് കുറവാണ്. അപ്പൊ മുകളിലോട്ട് പോകുന്നതോറും നമ്മൾ എയറിനെ എടുത്ത് പഠിക്കുമ്പോൾ ചില സ്ഥലത്ത് എയറിന്റെ മോളിക്യൂള് ഒന്നോ രണ്ടോ ആയിരിക്കും, വേറെ സ്ഥലത്ത് ഞാൻ ചുമ്മാ നമ്പർ പറഞ്ഞതേ ഉള്ളേ, ചില സ്ഥലത്ത് ഒന്നോ രണ്ടോ എയർ മോളിക്യൂൾ, ചില സ്ഥലത്ത് 5 or 10 മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ആ ഓരോ സ്ഥലത്തും പഠിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓരോ സ്ഥലത്തും നമ്മൾ എടുക്കുന്ന നമ്മളുടെ സാമ്പിൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും മുകളിലോട്ടൊക്കെ നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഫോളോ ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമുക്കറിയാം എല്ലായിടത്തും ഏതാണ്ട് എയറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും.
സോ അതാണ് ഈ രണ്ട് ഡിഫറെന്റ് അപ്രോച്ചുകളുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എന്താണ് തെർമോഡൈനാമിക്സ്, അതിന്റെ ഒരു ബേസിക് സ്റ്റഡി നമ്മൾ എങ്ങനെയെല്ലാം നമ്മൾ നടത്തുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആവുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക, നമുക്കത് ക്ലിയർലി ക്ലാരിഫൈ ചെയ്തിട്ട് അതങ്ങ് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് തെർമോഡൈനാമിക് സിസ്റ്റം. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ആദ്യമേ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം അല്ലെങ്കിൽ തെർമോഡൈനാമിക് സിസ്റ്റം. സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ അങ്ങ് പറയുകയാണെന്നുണ്ടെങ്കിൽ സംതിങ് വിച്ച് ഈസ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ എന്തിനെയാണോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെയെല്ലാം നമ്മൾക്ക് സിസ്റ്റം എന്ന് പറയാം. ലെറ്റ്സ് സേ നമ്മളൊരു ചോക്ക് എടുത്തു, ഫോർ എക്സാമ്പിൾ ഒരു പെൻ എടുത്തു. ഈ പെന്നിന്റെ ചേഞ്ചസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പെന്നാണ് നമ്മളുടെ സിസ്റ്റം. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചു, ആ വെള്ളത്തിന്റെ കാര്യങ്ങൾ, ആ വെള്ളത്തിന് എന്ത് ചേഞ്ച് വരുന്നു എന്ന് പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളമാണ് നമ്മളുടെ സിസ്റ്റം. സോ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എ റീജിയൻ ഇൻ സ്പേസ് upon which attention is concentrated in the analysis of a problem. നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി, ഒരു പ്രോബ്ലം പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എവിടെയാണോ നമ്മൾ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്നത്, ആ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന സാധനമോ അല്ലെങ്കിൽ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സിസ്റ്റം. എനിത്തിങ് അണ്ടർ കൺസിഡറേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മൾ ആരെയാണോ എന്തിനെയാണോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സിസ്റ്റം. ഓക്കെ, സോ സിസ്റ്റത്തിന് നമ്മൾ സിംപ്ലി ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എ റീജിയൻ ഇൻ സ്പേസ് അപ്പോൺ വിച്ച് അറ്റൻഷൻ ഈസ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ഇനി നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് കഴിഞ്ഞുള്ള ബാക്കിയുള്ള എന്തിനെ സിസ്റ്റം നമ്മൾ ഇതാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്തിനെയോ പഠിക്കാനായിട്ട് നമ്മൾ പോവാണ്, ഇപ്പൊ ഇതാണ് നമ്മളുടെ സിസ്റ്റം എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതർ ദാൻ സിസ്റ്റം, സിസ്റ്റത്തിന് പുറത്തെയുള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേര് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്നാണ്. ഓക്കെ, നമ്മൾ പഠിക്കാനായിട്ട് ഇതാ ഒരു ഗ്ലാസ് എടുത്തു, അതിനകത്ത് വെള്ളം എടുത്തു, അപ്പൊ ഈ ഗ്ലാസും വെള്ളമാണ് നമ്മളുടെ സിസ്റ്റം എങ്കിൽ അതിന് പുറത്തുള്ള എല്ലാം തന്നെ എന്താണ്, സറൗണ്ടിങ് ആയിട്ട് മാറും. ഓക്കെ, സോ എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്? ഇനി ഈ സിസ്റ്റത്തിന് സറൗണ്ടിങ്ങിലുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഇതാണ്, അതിന്റെ പുറത്തുള്ളതാണ് സറൗണ്ടിങ്. അപ്പൊ ഈ രണ്ടു പേർക്കും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ഈ ബൗണ്ടറിക്ക് ഒരു പ്രത്യേകത, ബൗണ്ടറി മേ ബി ഫിക്സഡ് ഓർ മൂവിങ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുക്കുന്നു, ഗ്ലാസ്സിന് പകരം ഞാൻ ഒരു പാത്രമാക്കി, അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിനെ അടയ്ക്കാനായിട്ട് ഞാനൊരു അടപ്പെടുത്തു. ഓക്കെ, പാത്രത്തിനെ അടയ്ക്കാനായിട്ട് ഞാനൊരു അടപ്പെടുത്തു. ഇപ്പോ ഈ അടപ്പിന്റെ പ്രത്യേകത അയാൾക്ക് ഈ പാത്രത്തിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പാത്രത്തിന്റെ അകത്ത് തന്നെ അയാൾക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഒരു പാത്രം, വെള്ളം, മൂടി. അപ്പൊ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ആ ഇനീഷ്യൽ കണ്ടീഷനിൽ ഈ പാത്രത്തിന്റെ അകത്തുള്ള വെള്ളം അല്ലെങ്കിൽ പാത്രവും വെള്ളമാണ് എന്റെ സിസ്റ്റം എങ്കിൽ, അപ്പൊ ഇതെന്റെ സിസ്റ്റം, അതിന്റെ പുറത്തുള്ളത് സറൗണ്ടിങ്. അപ്പൊ ഞാൻ ബൗണ്ടറി ആയിട്ട് എടുക്കാൻ പോകുന്നത് ഇതാണ്. ഞാൻ ബൗണ്ടറി ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ അടപ്പും ഈ ഇത്രയും പോർഷനെ ഞാൻ ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം അകത്തുള്ള വെള്ളമാണ് നമ്മളുടെ സിസ്റ്റം, പുറത്തുള്ളതാണ് സറൗണ്ടിങ്. അപ്പൊ അതിന് ചുറ്റും നിൽക്കുന്നതാണ് ആര്, നമ്മളുടെ ബൗണ്ടറി എന്ന് പറയുന്നത്. സോ ഇതായി നമ്മളുടെ ബൗണ്ടറി, ഇതായി നമ്മളുടെ സറൗണ്ടിങ്സ്. ഇപ്പൊ ഒന്ന് നോക്കി, നമ്മൾ ഈ വെള്ളം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ബൈ എനി മീൻസ് ഞാൻ ഈ വെള്ളത്തിന് ചൂടാക്കി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കുലുക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഈ മൂടി അങ്ങോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് മുകളിലോട്ടോ താഴോട്ടോ നമ്മളുടെ ആ അടപ്പ് പാത്രത്തിന് അനങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ അടപ്പ് പാത്രം അനങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൗണ്ടറിക്ക് എന്ത് സംഭവിച്ചു? ബൗണ്ടറിയും അനങ്ങാനായിട്ട് തുടങ്ങി. സോ ബൗണ്ടറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫിക്സഡ് ആവാം, അല്ലെങ്കിൽ മൂവിങ് ആവാം. ബൗണ്ടറി എന്ന് പറയുന്നത് ഫിക്സഡ് ആകാം, അല്ലെങ്കിൽ മൂവിങ് ആവാം. രണ്ട് തരത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ബൗണ്ടറിയെ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫിക്സഡ് ആവാം, അല്ലെങ്കിൽ മൂവിങ് ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സിസ്റ്റം എന്ന് നോക്കി, എന്താണ് സറൗണ്ടിങ്സ് എന്ന് നോക്കി, എന്താണ് ബൗണ്ടറി എന്ന് നോക്കി. അപ്പൊ സിസ്റ്റം, എനിത്തിങ് അണ്ടർ കൺസിഡറേഷൻ. ഇനി സിസ്റ്റത്തിന് പുറത്തുള്ള എക്സ്റ്റേണൽ ടു സിസ്റ്റത്തിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേര് സറൗണ്ടിങ്സ്. ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ ക്ലാസിഫൈ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ബൗണ്ടറി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ സിസ്റ്റം, സറൗണ്ടിങ്സ് ആൻഡ് ബൗണ്ടറി. ഇനി സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ്. ഓക്കെ, സിസ്റ്റവും സറൗണ്ടിങ്ങും, ഒബ്വിയസ്ലി സിസ്റ്റവും സറൗണ്ടിങ് വരുമ്പോൾ ബൗണ്ടറി അവിടെ വരും. അങ്ങനെ ഇവര് മൂന്നുപേരും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ നോക്കാം. നമുക്ക് സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ് ഉണ്ട്, ബൗണ്ടറി ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടെ എൻക്ലോസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ സിസ്റ്റം, സറൗണ്ടിങ്, ബൗണ്ടറി എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു ബേസിക് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സിസ്റ്റംസ് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ സിസ്റ്റം, രണ്ട് ക്ലോസ്ഡ് സിസ്റ്റം, മൂന്ന് ഐസൊലേറ്റഡ് സിസ്റ്റം. സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഓപ്പൺ, രണ്ട് ക്ലോസ്ഡ്, മൂന്ന് ഐസൊലേറ്റഡ്. ഓക്കെ, അപ്പൊ ഇത് മൂന്ന് എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ്സ് ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ അക്രോസ് ദ സിസ്റ്റം ബൗണ്ടറി. നമ്മളുടെ സിസ്റ്റം ബൗണ്ടറിയുടെ അല്ലെങ്കിൽ സിസ്റ്റം ബൗണ്ടറിയിൽ നമുക്ക് മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും നടക്കുമെന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കപ്പും സോസറും കാണാം. സോ അതിനകത്ത് നമ്മളൊരു ചൂട് ചായ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ. അപ്പൊ ഇവിടെ ഈ ചൂട് ചായ, നമുക്കറിയാം നമ്മൾ ചായ ഇങ്ങനെ നല്ല തിളച്ച ചായ അല്ലെങ്കിൽ അത്രയും തിളച്ച ചായയാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് ഈ ഒരു ഗ്ലാസ് എടുത്ത് ഇവിടെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചായയിൽ നിന്നും നമ്മൾക്ക് ഈ ആവി പറക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് ഈ ഫിഗറിനകത്ത് കാണാനുണ്ട്. ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചർ, നമ്മൾ ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലെ, സ്റ്റീമാണ് നമ്മൾ ഈ പറയുന്ന ആവി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ചായയിലുള്ള ആ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് വേപ്പറൈസ് ആയിട്ട് അയാൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചായക്കകത്തുള്ള ഈ പറയുന്ന വാട്ടറിന്റെ കണ്ടന്റ് വേപ്പറൈസ് ആയിട്ട് പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവിടെ പുറത്തു പോകുന്നത്? നമ്മളുടെ ചായക്കകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ്, അതായത് വേപ്പർ അല്ലെങ്കിൽ മാസ്, അതായത് മാറ്റർ. സോ ആ ഗ്ലാസിനകത്ത് നിന്ന് മാറ്റർ പുറത്തോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് പറയാം there is mass transfer across the system boundary. നമ്മളുടെ ചായ കപ്പിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ചായയാണ് നമ്മളുടെ സിസ്റ്റം. സോ ഈ ചായ കപ്പിന്റെ ഇതാണ് നമ്മളുടെ ബൗണ്ടറി എന്ന് പറയുന്നത്, പുറത്തുള്ളതാണ് സിസ്റ്റം. അപ്പൊ ഈ ബൗണ്ടറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവി പറക്കുന്നതായിട്ട് കാണാം. ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് ആണ്, വാട്ടർ വേപ്പർ കണ്ടന്റ് ആണ്. വാട്ടർ വേപ്പർ കണ്ടന്റ് എന്ന് പറയുന്നത് മാറ്റർ ആണ്, മാറ്റർ അല്ലെ. സോ മാറ്റർ പോകുമ്പോൾ എന്ത് പോകുന്നുണ്ട്? ഈ പറയുന്ന മാസ് പോകുന്നുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മാസ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഇതേ വേപ്പറിനെ നമ്മൾ, അതായത് ചായ ഊതുമ്പോൾ അല്ലെങ്കിൽ ഈ തിളച്ചിരിക്കുന്ന ചായ ഊതുമ്പോൾ, ചൂടായിട്ടുള്ള ചായ ഊതുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ മുഖത്ത് ഒരു ചൂട് കാറ്റടിക്കും അല്ലെ.
ചൂട് കാറ്റടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊതുന്ന കാറ്റില് ആ ഈ പറയുന്ന ചായയിൽ നിന്നുള്ള ചൂട് അത് പുറത്തോട്ട് വരുന്നതാണ് അല്ലെ. ആ ചൂടായിട്ടിരിക്കുന്ന ചായയിൽ നിന്നും നമ്മൾ ഊതുന്നത് വഴി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എയറിന്റെ ആ ഒരു സപ്പോർട്ട് വഴി അയാള് ഈ പറയുന്ന ചായയെ തണുപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഈ കപ്പിലൊന്നും പിടിക്കാനേ പറ്റില്ല, കാരണം കപ്പൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പൊ ചൂടായി കപ്പിന്റെ ബൗണ്ടറിയിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മളുടെ ചുറ്റുമുള്ള എയർ, അതായത് ഈ കപ്പിന് ചുറ്റുമുള്ള നമ്മളുടെ എയർ എന്ന് പറയുന്നതും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചൂട് എടുത്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നു. അല്ലെ, നമ്മളിങ്ങനെ മുഖം അടുപ്പിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് നമുക്കറിയാം. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. ഓക്കെ, ഹീറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും സിംപ്ലി നിങ്ങൾ എത്ര ആലോചിക്കുക, ചൂടെന്ന് പറയുന്നത് ഒരു എനർജിയാണ്. സോ എനർജി എന്ന് പറയുന്ന നമ്മളുടെ ഹീറ്റും എന്ത് നടക്കുന്നുണ്ട്? ഇവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു ചൂട് ചായ നമ്മുടെ ഈ കപ്പിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് പുറത്തോട്ട് പോകുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചൂട് ചായ റൂമിന്റെ അകത്ത് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? നമ്മളെ ചായ തണുത്ത് റൂം കണ്ടീഷനിലോട്ട് വരും അല്ലെ. അപ്പൊ ആ തണുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടിന്റെ ആ ചായക്കകത്തിരുന്ന് ചൂട് പുറത്തോട്ട് പോവുകയാണ് സംഭവിച്ചത്. അങ്ങനെ പുറത്തോട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ അവിടെ നടന്നു. സോ എനർജി ട്രാൻസ്ഫർ നടന്നു, നമ്മളുടെ വേപ്പർ കണ്ടന്റ് പോയപ്പോൾ മാസ് ട്രാൻസ്ഫർ നടന്നു. അങ്ങനെ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഒരുമിച്ച് നടക്കുന്നതിനെ അല്ലെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്നത് ഓപ്പൺ സിസ്റ്റം എന്നാണ്. ഓക്കെ, സോ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ്സ് ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ അക്രോസ് ദ സിസ്റ്റം ബൗണ്ടറി. ഓക്കെ, സോ ഇതിന്റെ ടെക്നിക്കൽ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറയുന്നത് പമ്പ്. പമ്പ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. പമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളം കിണറ്റിൽ നിന്ന് കോരി നമ്മളുടെ ടാങ്കിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പമ്പ്. അപ്പൊ ഈ പമ്പിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്? പമ്പ് താഴേന്ന് വെള്ളം വലിച്ച് മുകളിലോട്ട് തരും. അപ്പൊ ആ പമ്പിന്റെ അകത്ത് കൂടെ വെള്ളം വന്നു പോകുന്നുണ്ട്. അപ്പൊ മാസ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. ഇനി പമ്പ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്ത് ഒരു മോട്ടറിനെ കറക്കി മോട്ടർ അയാൾ ഒരു മെക്കാനിക്കൽ എനർജി കൊടുക്കണം. സോ നമ്മുടെ പമ്പില് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ പമ്പിന്റെ അകത്ത് മാസ് ട്രാൻസ്ഫർ നടക്കുന്നു, എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. സോ അത്തരം സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പൺ സിസ്റ്റം എന്നാണ്. ഓക്കെ, സോ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ നടക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പൺ സിസ്റ്റം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തില് ഓപ്പൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത പേര് തന്നെ അറിയാം, ഓപ്പൺ. അടുത്തത് ക്ലോസ്ഡ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അടച്ചു വെക്കുന്നു. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതേ ചായ കപ്പിന് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? നമുക്ക് ഈ ചായ തണുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ചായ കുറെ നേരം കഴിഞ്ഞ് തണുക്കും അല്ലേ? കാരണം ഈ ചൂട് ഈ സൈഡിൽ കൂടെയൊക്കെ പോകും. ചൂട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമുക്ക് പറയാം പെർമിറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജി ട്രാൻസ്ഫർ നടത്തും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ലിഡ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ വേപ്പർ പുറത്തോട്ട് പോകാൻ പറ്റുമോ? നമ്മളുടെ ചൂടായിരിക്കുന്ന ചായയിൽ നിന്ന് വേപ്പർ പുറത്തോട്ട് ആവി പോകുമോ? ഒരിക്കലുമില്ല അല്ലേ. ആ ആവി അല്ലെങ്കിൽ വേപ്പർ കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും അകത്ത് തന്നെ ഉണ്ടാകും. അതായത് നമ്മളുടെ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാറ്ററിന് പുറത്തോട്ട് പോകാൻ കഴിയാതെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത മാസ് ട്രാൻസ്ഫർ ഇല്ല, നോ മാസ് ട്രാൻസ്ഫർ അക്രോസ് ദ ബൗണ്ടറി, ബട്ട് ദ ബൗണ്ടറി പെർമിറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും, പക്ഷേ മാസ് ട്രാൻസ്ഫർ ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, സോ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ മാസ് ട്രാൻസ്ഫർ ഉണ്ട്, എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ക്ലോസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മാസ് ട്രാൻസ്ഫർ ഇല്ല, പക്ഷെ എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് IC എൻജിൻസ് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ യൂഷ്വലി ഇതിനകത്ത് പറയുന്നത്. അതായത് IC എൻജിൻസിന്റെ പ്രത്യേകത എയർ ഫ്യൂവൽ നമ്മൾ ഒരു വൺസ് അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നടക്കുമ്പോൾ ഒരു സൈക്ലിക് പ്രോസസ് നടക്കുന്നത് വരെ ആൾക്കാർ അതിലും പുറത്തോട്ട് പോവില്ല. സോ അകത്ത് വന്ന് പുറത്തു പോകുന്നതിന്റെ ഇടയ്ക്ക് നടക്കുന്ന പ്രോസസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന
ക്ലോസ് സിസ്റ്റം എന്ന് പറയാം. സോ IC എഞ്ചിൻസ് എന്ന് പറയുന്ന ക്ലോസ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ടെക്നിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോ എക്സാമ്പിൾ പമ്പ്, കംപ്രസർ ഒക്കെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിന് പറയുന്നതെങ്കിൽ ക്ലോസ് സിസ്റ്റത്തിന് നമുക്ക് IC എഞ്ചിനൊക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആക്ച്വലി ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഒരു തെർമൽ ഫ്ലാസ്ക് ആണ് ആക്ച്വലി ഫിഗർ കാണിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. സോ ആദ്യം നമുക്ക് എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് നോക്കാം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത ഡസ് നോട്ട് പെർമിറ്റ് ട്രാൻസ്ഫർ ഓഫ് മാസ് ഓർ എനർജി അക്രോസ് ദി ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അതായത് യാതൊരു തരത്തിലുള്ള മാസ് ട്രാൻസ്ഫറും ഇല്ല, എന്നാൽ എനർജി ട്രാൻസ്ഫറും ഇല്ല. എനർജി ട്രാൻസ്ഫർ നടക്കില്ല, മാസ് ട്രാൻസ്ഫർ നടക്കില്ല എന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് പുറത്തോട്ട് എനർജിയെ നമ്മൾ കടന്നു പോകാനായിട്ട് അനുവദിക്കില്ല. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ആക്ച്വലി തെർമൽ ഫ്ലാസ്ക് ഒക്കെ പറയുമായിരുന്നു. പക്ഷെ ടെക്നിക്കലി നമുക്ക് ഈവൻ തെർമോ ഫ്ലാസ്ക് പോലും ഐസൊലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച്, നമ്മൾ ഇന്ന് തിളച്ച വെള്ളം നമ്മളുടെ ഫ്ലാസ്കിന്റെ അകത്ത് ഒഴിച്ചു വെച്ചു. നാളെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതേ തിളച്ച വെള്ളം നമുക്ക് ഫ്ലാസ്കിൽ കിട്ടുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? അതായത് ആ ഫ്ലാസ്കിലുള്ള വെള്ളത്തിന്റെ ചൂട് കുറഞ്ഞിരിക്കും, ടെമ്പറേച്ചർ കുറയും. എന്തുകൊണ്ട് കുറഞ്ഞു? ആ ചൂടിന് അകത്ത് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റിയില്ല. ആ ചൂട് സമയം കഴിയുന്തോറും പുറത്തോട്ട് പോയി. ചൂട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരവിടെ പോയി? നമ്മളുടെ എനർജി ട്രാൻസ്ഫർ അവിടെ നടന്നു കഴിഞ്ഞു. സോ ഈവൻ തെർമോ ഫ്ലാസ്കിലും എന്ത് നടക്കും? എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സാധനം നടക്കും. സോ ഇൻ നേച്ചർ, നമുക്ക് നേച്ചറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ മുഴുവനായിട്ട് തടഞ്ഞു നിർത്തുന്ന ഒരു ഡിവൈസും ഇല്ല. അതായത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാലും ഹീറ്റ് എന്ന് പറയുന്ന ആള് അയാൾ ചാടി പോയിക്കൊണ്ടേയിരിക്കും. സോ പ്രാക്ടിക്കലി നമുക്ക് ഒരു എക്സാമ്പിളും തന്നെ ഇല്ല ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ നടക്കാതെ, ഈവൻ നമ്മളിപ്പോ ഹീറ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ബേസിക്കലി എനർജി ട്രാൻസ്ഫർ നടക്കാതെ, നമ്മൾ ഈ പറയുന്ന പോലെ മാസ് ട്രാൻസ്ഫർ നടക്കാതെ ഉള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എൻറ്റയർ യൂണിവേഴ്സ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻറ്റയർ യൂണിവേഴ്സിന് നമ്മളൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം യൂണിവേഴ്സ് എന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേനും എല്ലാമായി. സോ ഇതിന്റെ പുറത്തോട്ട് നമുക്കൊരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതിന്റെ അകത്ത് നടക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ പുറത്തോട്ട് അയാൾക്ക് നടക്കാൻ നടക്കുന്നില്ല എന്നുള്ള ഒരു അസംഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ നമുക്കൊരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് പറയാം. ഓക്കെ, സോ ഒരു പാത്രം തുറന്നു വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. അതേ പാത്രത്തിനെ നമ്മൾ അടച്ചു വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ക്ലോസ്ഡ് സിസ്റ്റം. അതായത് മാസ് ട്രാൻസ്ഫറിനെ പെർമിറ്റ് ചെയ്ത് എനർജി ട്രാൻസ്ഫറിനെ മാസ് ട്രാൻസ്ഫറിനെ എനർജി ട്രാൻസ്ഫറിനെ പെർമിറ്റ് ചെയ്യുന്നതിനെ ഓപ്പൺ സിസ്റ്റം എന്നും, മാസ് ട്രാൻസ്ഫറിനെ പെർമിറ്റ് ചെയ്യാതെ എനർജി ട്രാൻസ്ഫറിനെ പെർമിറ്റ് ചെയ്യുന്നതിനെ ക്ലോസ്ഡ് സിസ്റ്റം എന്നും വിളിക്കുന്നു. ഈ രണ്ടാളുകളെ, മാസിനെയും എനർജിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ അനുവദിക്കാത്ത ആളുകളെ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.